ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ 2025 നക്ഷത്രഫലം അവലോകനമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ നേരത്തെ വീഡിയോകളിൽ ഞാൻ കുറച്ച് കൂറുകളുടെ നക്ഷത്രഫലങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം, അതുപോലെ മകരം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, അതുപോലെ തിരുവോണം, അവിട്ടം ആദ്യ അരഭാഗം, ഇത്രയും നക്ഷത്ര ജാതകരുടെ ഒരു കോമണായിട്ടുള്ള ഒരു അവലോകനം ഈ വർഷം എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുക, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം ധനുക്കൂർ ഇത് നോക്കാം. ഇതിൽ വരുന്ന നക്ഷത്ര ജാതകർ മൂലം, പൂരാടം, അതുപോലെ ഉത്രാടം ആദ്യ കാൽഭാഗം, ഇവരെ പറ്റി നോക്കാം. ഈ വർഷത്തിൽ രാഹുമാറ്റം, കേതുമാറ്റം, വ്യാഴമാറ്റം, ശനിമാറ്റം ഇതെല്ലാം ഉള്ളതാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതിൻ്റെ സ്വാധീനത്തിലാണ് നമ്മൾ ഈ ഫലം പറയുന്നത്. അതിൻ്റെ രാശി മാറ്റം എങ്ങനെയാണോ മാറുന്നത്, അതിൻ്റെ ആ ഒരു സ്ഥാനം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ, ഇവർക്ക് മാതാവിന് ക്ലേശം, ദോഷം പറയുന്നു. മാതാ സുഹൃത് മാതുലഭാഗിനിയോ ക്ഷേത്രം സുഖം വാഹനമാസനം ലാളിത്യമംഭം ശയനം വൃത്തി പാശാദികം ജന്മഗൃഹം ചതുർത്ഥാൽ എന്നല്ലേ ശ്ലോകം. അപ്പം ഇതിൽ സുഹൃത്തുക്കൾ പണം മേടിച്ചാൽ ചിലപ്പം തിരിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളതായി വരാം, സൂക്ഷിക്കണം. അതുപോലെ വാഹന സംബന്ധമായി എന്തെങ്കിലും ഉടമ്പടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ വാഹനം വിൽക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും രജിസ്ട്രേഷനൊക്കെ മാറ്റി നിങ്ങളുടെ പേരിൽ നിന്ന് മാറി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ അത് സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപകടം സാധ്യതകൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചോടിച്ചാൽ ഒരു പരിധി വരെ ആക്സിഡൻറ്റ്സ് ആർ ആക്സിഡൻ്റൽ എന്നല്ലേ പറയുന്നത്. അപ്പം അത് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം. അപ്പോൾ അത് സൂക്ഷിക്കുക. അപ്പം കുടുംബം, അതിലുള്ള ഐക്യം കുറവ് കാണിക്കുന്നു. അതുപോലെ വീട്ടിൽ നാൽക്കാലികൾ ഉണ്ടെങ്കിൽ അതിന് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതും ഒന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മെയ് മാസം മുതൽ അങ്ങോട്ട് അതൊന്ന് സൂക്ഷിക്കുക ഈ നക്ഷത്ര ജാതകർ. പിന്നെ ഇരിക്കുന്ന ഇരിപ്പിടം അതുപോലും നഷ്ടമാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് 2025 ശനിമാറ്റം. ശനി പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ഈ നക്ഷത്ര ജാതകർ. ഇനി പറയുന്നത് സർപ്പം, രാഹുവിൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് സഹോദരങ്ങൾ, അവരെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ, ചിലപ്പോൾ സഹോദരങ്ങളുമായി ഉടക്കാൻ, കുടുംബപരമായി ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള ഭിന്നിപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ പരാക്രമം, കൂടുതലായി പരാക്രമങ്ങൾ കാണിക്കാനുള്ള സാധ്യത, ദുർബുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാനുള്ള ഒരു സാധ്യത ഈ നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് മിതമായി നമ്മളെ ആ ഒരു ക്യാരക്ടറിനെ, സ്വഭാവത്തെ ഒന്ന് മയപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ നക്ഷത്ര ജാതകർ. അതുപോലെ കളത്രഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നല്ല ദാമ്പത്യം നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ വർഷത്തെ നിങ്ങളുടെ സവിശേഷത. ദാമ്പത്യ ഐക്യമില്ലാത്തവരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം വ്യാഴഗ്രഹം മാറ്റിത്തരുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ല വാർത്തകൾ, നല്ല ശുഭവാർത്ത കേൾക്കാൻ സഹായിക്കുന്ന ഒരു വർഷമാണ് 2025. ഞാൻ എല്ലാവരെയും പറ്റിയല്ല പറയുന്നത്, ഒരു പൊതുവായുള്ള അവലോകനം. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ദശാസന്ധി കണക്കിലെടുത്ത് വേണം പൂർണ്ണമായ ഒരു ഫലം പറയാൻ. അതിന് നിങ്ങളുടെ ജാതകമെടുത്ത്, ജന്മസമയമെടുത്ത്, ജന്മസ്ഥിതിയിലുള്ള ഗ്രഹ എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതൊക്കെ രാശികളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുക. അല്ലാതെ ഇത് ഒരു പൊതുവേ ഉള്ള ഒരു അവലോകനം, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ അച്ഛൻ, നിങ്ങളുടെ പിതാവിന് ഈ നക്ഷത്രത്തിൽപ്പെടുന്ന ഈ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം നിങ്ങളുടെ പിതാവിന് ദോഷം പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് ഭാഗ്യ തടസ്സം, എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് ഭാഗ്യം തടസ്സമായി നിൽക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമാണെങ്കിൽ അത് കിട്ടാതെ പോകുന്നു. വിഘ്നേശ്വര പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഗുരുമുഖത്ത് നിന്നും അനുഗ്രഹം
ഗുരുക്കളുടെ അനുഗ്രഹമില്ലാതെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു ക്വാളിറ്റിയുള്ള സ്വഭാവം, നല്ല സ്വഭാവത്തോടു കൂടി എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു സ്വഭാവത്തോടു കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കേതു മാറ്റം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് വിഘ്നേശ്വര പ്രീതി നേടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗ്യ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും. അത് ചെയ്യുക. അതുപോലെ പിതാവിന് ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പൂജ, ഹോമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിതാവിന് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിലവിൽ 10ാം ഭാവത്തിലായിരുന്നു കേതു. ഇപ്പോൾ മെയ് വരെ 10ാം ഭാവത്തിലാണ് കേതു നിന്നിരുന്നത്. അപ്പം മെയ് ജൂൺ അങ്ങോട്ട് ആവുന്നതോടുകൂടി ജോലി സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. സാമ്പത്തികപരമായ നേട്ടം, ജോലി കിട്ടാതെ നിൽക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, അതുപോലെ നിങ്ങൾക്ക് ജോലിയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളെല്ലാം മാറുന്ന ഒരു വർഷമാണ് 2025 ജൂൺ മാസം മുതൽ അങ്ങോട്ട്. ജോലി സംബന്ധമായി നിങ്ങൾക്ക് കടാക്ഷിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ സാമ്പത്തികപരമായി നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു വർഷമാണ് 2025. അടുത്തത് മകരം കൂറിൽ വരുന്ന ഉത്രാടം 3/4 ഭാഗം, തിരുവോണം, അവിട്ടം പകുതി ഇവരുടെ ഫലം, നക്ഷത്രഫലം. ഇതിൽ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ രാഹു നിമിത്തം ഉണ്ടാകുന്നതാണ്. ഭർത്തവ്യമഖിലം വിത്തം വാണി, അങ്ങനെയുള്ള വാക്കുകൾ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പം സാമ്പത്തികപരമായി അങ്ങനെയുള്ള ചിലപ്പോൾ സ്വത്ത് വക അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ ഓരോ വാക്കും സൂക്ഷിക്കുക. ചിലപ്പോൾ നാക്ക് പിഴച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ സഹോദരങ്ങൾക്ക് ദോഷം കാണിക്കുന്നുണ്ട്. സഹോദരങ്ങളെ ചിലപ്പോൾ പിരിഞ്ഞിരിക്കാനുള്ള സാധ്യത, ശനി പ്രീതി നേടുക, അത് അത്യാവശ്യമാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ശനിപ്രീതി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ആരോഗ്യപരമായ നല്ല ക്ലേശങ്ങൾ മെയ് ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഈ വർഷം ഉണ്ടാകാം. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ജോലിപരമായി നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ധനപരമായും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആരോഗ്യമാണ് മെയിൻ. ആരോഗ്യമില്ലാതെ എങ്ങനെ ജോലിക്ക് പോകും? അതുകൊണ്ട് ഹെൽത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ജോലിക്ക് നിങ്ങൾക്ക് നിലവിലുള്ള തടസ്സം, നിങ്ങളുടെ സീനിയർ ലെവൽ മാനേജേഴ്സ്, അവർക്ക് നിങ്ങളോടുള്ള അപ്രീതി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നത് പൂർണ്ണ ഫലത്തിലെത്തുന്നതാണ്. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകൾ, ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്കൊക്കെ അവർക്ക് ട്രാൻസ്ഫറിങ് ഒക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഹെൽത്ത് അത് സൂക്ഷിക്കുക, ആരോഗ്യം സൂക്ഷിക്കുക. ഇത്രയാണ് മകരം കൂറിൽ വരുന്ന ഉത്രാടം 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഇവരുടെ നക്ഷത്രഫലം. ഇത്രയുമാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ചത്. ബാക്കിയുള്ള നക്ഷത്ര ജാതകരെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിലായി പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബന്ധുമിത്രാദികളിലേക്ക് എൻ്റെ ഈ ചാനൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഈ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക് അയച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.